ആളുകൾ ഒരു ഭീതിയോടെയാണ് അതിനെപ്പറ്റി നോക്കുന്നതും കേൾക്കുന്നതും പറയുന്നതും ഒക്കെ. പല സൈക്യാട്രിക് രോഗങ്ങൾക്കും മരുന്നുകൾ വളരെ ചുരുക്കം കാലം കഴിച്ചാൽ മതിയാവും. ഈ മരുന്നുകൾ സന്തോഷം തരാൻ വേണ്ടി മാത്രമുള്ള ഒന്നാണെന്നുള്ളതാണ്. Hey guys, സൈക്യാട്രിക് ഡ്യൂയുടെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ സൈക്യാട്രിസ്റ്റും ഒരിക്കലെങ്കിലും രോഗികളുടെ അടുത്ത് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. സൈക്യാട്രിക് രോഗത്തേക്കാൾ അപകടകാരികളാണോ സൈക്യാട്രിക് മരുന്നുകൾ? അപ്പോൾ സൈക്യാട്രിക് മരുന്നുകൾക്ക് ചുറ്റിപ്പറ്റിയിട്ടുള്ള ചില മിഥ്യാധാരണകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് പൊളിച്ചെഴുതുവാനാണ് നമ്മുടെ ഈ ആദ്യത്തെ എപ്പിസോഡ്. സോ ലെറ്റ്സ് ബിഗിൻ. ഗൗതമേ, സൈക്യാട്രിക് മരുന്നുകളെ പറ്റിയും അതേ പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണകളെ പറ്റിയും ഒരുപാട് എഴുതിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി നമ്മുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നോക്കുകയാണെങ്കിൽ പോലും, നമ്മുടെ ക്ലിനിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ സെറ്റിങ്ങിലാണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വിഷയം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത്? ഇപ്പോൾ നീ പറഞ്ഞതുപോലെ ഞാൻ ഈ എഴുതുന്നതാണെങ്കിലും അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും അതിനെ ചുറ്റിപ്പറ്റി ഞാൻ ചെറിയ പഠനങ്ങൾ നടത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സൈക്യാട്രിക് മരുന്നുകളെന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മളൊന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പോകുമ്പോൾ പോലും ആളുകളൊരു ഭീതിയോടെയാണ് അതിനെപ്പറ്റി നോക്കുന്നതും കേൾക്കുന്നതും പറയുന്നതും ഒക്കെ. ശരിയാ. അതും ഈ പേടിക്കതും പറയുന്നതും ഒന്നും ഡയറക്റ്റായിട്ടുള്ള ആരുടെയും അനുഭവത്തിൽ നിന്നല്ല. പണ്ട് കാലത്താണെങ്കിൽ അത് സിനിമകളിലൂടെയും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെയും ഒരുപാട് വ്യാജ പ്രചാരണങ്ങൾ വരുന്നുണ്ട്. അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അങ്ങനെ പകർന്ന് വരുന്നതാണ്. ഇപ്പോൾ നീ ഇത് പറഞ്ഞപ്പോൾ ഒരു രസകരമായൊരു അനുഭവം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. എൻ്റെ OP-യിൽ ഈ അടുത്ത് തന്നെ സംഭവിച്ച ഒരു മധ്യവയസ്കനായ ഒരു മനുഷ്യൻ, നമ്മുടെ സമൂഹം രാസലഹരി എന്നൊക്കെ വിളിക്കുന്ന അതിനൊരു അടിമപ്പെട്ടു പോയ ഒരു മനുഷ്യൻ, അദ്ദേഹം എൻ്റെ OP-യിലേക്ക് കയറി വന്നു. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു, മരുന്നുകളെ പറ്റി പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാ വിശദീകരണവും കഴിഞ്ഞ് അദ്ദേഹം എന്നോട് ആകെ ഒരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ: ഈ സൈക്യാട്രിക് മരുന്നുകളൊക്കെ കഴിച്ചാൽ ഞാൻ ഒരു ഭ്രാന്തനായി മാറുമോ ഡോക്ടറെ എന്ന്. ശരിയാ. ആ ഒരു ധാരണ തന്നെയാണ് സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റിനെ തന്നെ ഒരു മോശം രീതിയായിട്ട് നമ്മുടെ സമൂഹം കാണുന്നത്. അതെ, അതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്നിപ്പം ഇതിനെപ്പറ്റി ഇവിടെ സംസാരിക്കണമെന്ന് തീരുമാനിച്ചത് തന്നെ. മരുന്നുകളെ നമ്മൾ കണ്ണു അടച്ച് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം. അതിനേക്കാൾ ഉപരി സഹായം വേണ്ടവർ പലപ്പോഴായും ഈ സഹായം തേടാതെ പോകുന്നത് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള മിഥ്യാധാരണകൾ കൊണ്ടാണ്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയെടുക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം. രോഗികൾ നമ്മളോട് ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്: ഡോക്ടറെ, ഈ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് ജീവിതകാലം മൊത്തം കഴിക്കേണ്ടി വരുമോ? സത്യത്തിൽ അവരുടെ ആ ഒരു പേടിയുടെ അടിസ്ഥാനം നമുക്ക് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, അല്ലേ? നമുക്ക് ആർക്കും ജീവിതകാലം മുഴുവൻ മരുന്നുകൾ കഴിക്കാനോ അല്ലെങ്കിൽ രോഗിയായിട്ടിരിക്കാനോ താല്പര്യമില്ല. പക്ഷേ സത്യാവസ്ഥ അങ്ങനെ അല്ല. അതായത് പല സൈക്യാട്രിക് രോഗങ്ങൾക്കും മരുന്നുകൾ വളരെ ചുരുക്കം കാലം കഴിച്ചാൽ മതിയാവും. എക്സാക്ട്ലി. ഈ പല സൈക്യാട്രിക് രോഗങ്ങളും ഏതാനും മാസങ്ങൾ മരുന്ന് കഴിച്ചാൽ തന്നെ ഓക്കെ ആയി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മെല്ലെ അത് കുറച്ച് കൊണ്ടുവന്ന് ടൈപ്പർ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ അങ്ങനെ എല്ലാത്ത അസുഖങ്ങളും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ബൈപ്പോളർ ഡിസോർഡർ അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ, അങ്ങനെയുള്ള അസുഖങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഏതാനും മാസങ്ങൾ അധികം കഴിക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ വർഷങ്ങൾ കഴിക്കേണ്ടി വന്നേക്കാം. പക്ഷേ ഇതൊരു പ്രശ്നമായി മാറുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഈ സൈക്യാട്രിക് രോഗങ്ങൾ മാത്രമാണ് ഇങ്ങനെ, അതിനൊരു സൈക്യാട്രിയിൽ യുണീക്കായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഇത് എന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കുമ്പോഴാണ്. അതെ. ഇപ്പോൾ നമ്മൾ ഷുഗർ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ പ്രഷർ, തൈറോയിഡ്, ഇങ്ങനെ പല രോഗങ്ങൾക്കും ഒരുപാട് വർഷങ്ങളോളം മരുന്ന് കഴിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. പക്ഷെ അതൊന്നും ആൾക്കാർക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. എന്നാൽ സൈക്യാട്രി മരുന്നുകളുടെ കാര്യം വരുമ്പോഴാണ് എല്ലാവർക്കും ഒരുപാടൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. സ്റ്റാർട്ട് ചെയ്യാനും അത് കണ്ടിന്യൂ ചെയ്യാനും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നത് അതിന് പുറകിലുള്ള ഒരു ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ, ഈ സൈക്യാട്രിക് മരുന്നുകളും ആളുകളുടെ ഈ വ്യക്തിത്വവും അത് രണ്ടും തമ്മിൽ അവർ ബന്ധിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ സൈക്യാട്രിക് മരുന്നുകൾ കഴിക്കുന്നതിലൂടെ അവർക്ക് അടിസ്ഥാനപരമായ ഒരു പ്രശ്നം, അവർക്ക് ഒരു തകരാറ് അവർക്ക് ഉണ്ട് എന്നുള്ളത് അവർക്ക് തോന്നാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല രോഗങ്ങളും ബയോളജിക്കലി ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് ആൾക്കാർക്കൊരു വിരോധമില്ല. എന്നാൽ ഈ നമ്മുടെ ദേഷ്യം, സങ്കടം, നമുക്ക് വരുന്ന ഇമോഷൻസ്, നമ്മുടെ പെരുമാറ്റം, ഇങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ചികിത്സ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ അവർ ആ ചികിത്സേനെ ഒത്തിരി പേഴ്സണലായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ ഇമോഷൻസിനെ ട്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബിഹേവിയറിനെ, അവരുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കാനോ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനോ ഒന്നുമല്ല നമ്മൾ മരുന്നുകൾ എഴുതുന്നത്, അല്ലേ?
നമ്മൾ ചെയ്യുന്നത് എന്താ, ആ രോഗമാണ് അവിടെ അവർക്ക് ആ വ്യത്യാസം കൊണ്ടുവരുന്നത്. നമ്മൾ ആ രോഗത്തെ ചികിത്സിക്കാൻ വേണ്ടിയാണ് നമ്മൾ മരുന്നുകൾ എഴുതുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ സാധാരണയായിട്ട് കേൾക്കാറുള്ള ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, ഈ സൈക്യാട്രിക് ഗുളികകൾ അല്ലെങ്കിൽ മരുന്നുകൾ സന്തോഷം തരാൻ വേണ്ടി മാത്രമുള്ള ഒന്നാണെന്നുള്ളതാണ്. അതെ, ഈ കൃത്രിമമായി സന്തോഷം തരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് സൈക്യാട്രിസ്റ്റുകാർ എന്നൊരു പറച്ചിലുമുണ്ട്. അതെങ്ങനെയാ ആ ഒരു ധാരണ വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം രോഗിയുടെ സന്തോഷം മാത്രമല്ലല്ലോ നമ്മൾ കണക്കിലെടുക്കുന്നത്. ഇപ്പോൾ ഒരു സിവിയർ ഡിപ്രഷൻ ഉള്ള ഒരു പേഷ്യൻ്റ് നമ്മളടുത്ത് വന്നു കഴിഞ്ഞാൽ ആളെ സന്തോഷിപ്പിച്ച് വീട്ടിൽ വിടുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ഈ ലക്ഷ്യം. അതെ, ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ പഴയ ഒരു ഫങ്ഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് ശരിയായ ഉറക്കം, കൃത്യമായ എനർജി, ശ്രദ്ധിക്കാനുള്ളൊരു കഴിവ്, ഇതെല്ലാം തിരികെ ലഭിക്കുക എന്നുള്ള, ഈ ഇൽനെസ് കാരണം അല്ലെങ്കിൽ രോഗം കാരണം ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ തിരികെ ലഭിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഈ പേഷ്യൻസിനോട് ഞാൻ മരുന്നുകൾ എഴുതുമ്പോൾ ഞാൻ പലപ്പോഴായിട്ടും പറയാറുള്ള ഒരു കാര്യമാണ്, ഈ മരുന്നുകൾ ഒരിക്കലും നിങ്ങൾക്ക് പുതിയൊരു വ്യക്തിത്വം തരാൻ പോകുന്നില്ല. പകരം നിങ്ങളുടെ പഴയ വ്യക്തിത്വത്തിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ ഈ മരുന്നുകൾ സഹായിക്കും എന്നുള്ളത്. പ്രധാനമായ ഭയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരുന്നുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ ആയി മാറുമോ, അതോ ഞാൻ പുതിയൊരാളാവുമോ, ഇതൊക്കെയാണ് ഒരു സംശയമായിട്ട് രോഗി ഉന്നയിക്കുക. അതെ, അപ്പോൾ അവർക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഈ രോഗമാണ് അവരുടെ വ്യക്തിത്വത്തെ മാറ്റുന്നത്, അല്ലാതെ ഈ മരുന്നുകളോ ഗുളികകളോ ഒന്നും അല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സ് നല്ല ക്ലിയർ ആയി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതെ, ഈ കഠിനമായ ഉത്കണ്ഠ, ഡിപ്രഷൻ, ഈ രോഗങ്ങൾക്ക് ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ഈ ലക്ഷണങ്ങളാണ് ശരിക്കും ഇവരുടെ വ്യക്തിത്വത്തെയും അവരുടെ സ്വഭാവത്തെയും അവരുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെ വരെ ബാധിക്കുന്നത്, അല്ലാതെ മരുന്നുകളല്ല. ഇത് കൃത്യമായിട്ട് രോഗികൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുമുണ്ട്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം രോഗികൾ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മരുന്ന് എഴുതുമ്പോൾ, ഡോക്ടറെ ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനോട് നമ്മൾ അഡിക്ഷനായി പോകുമോ എന്നുള്ളതാണ്. അതൊരു പകുതി സത്യമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതൊരു അടിസ്ഥാനമില്ലാത്ത ചിന്തയും കൂടെയാണ്. കാരണം ചില മരുന്നുകളുണ്ട്, ഇപ്പം ഈ ബെൻസോഡൈസപ്പീൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന മരുന്നുകൾ, അവയാണ് സാധാരണയായിട്ട് ഒരു അഡിക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഗുളികകൾ. പക്ഷേ അത് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ മേൽനോട്ടം ഇല്ലാതെയും അല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്യപ്പെടുമ്പോഴുമാണ് ഇതൊരു അഡിക്ഷനായി മാറുന്നത്. ഒരു സൈക്യാട്രിസ്റ്റും ഒരിക്കലും നിങ്ങൾക്ക് അഡിക്ഷൻ വരുന്ന രീതിയിൽ ഈ ഗുളികകൾ എഴുതാൻ പോകുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ സൈക്യാട്രിയിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഗുളികൾ നിനക്കറിയാമല്ലോ, ഇപ്പം ആൻറ്റി ഡിപ്രസൻസ്, ആൻറ്റി ആങ്സൈറ്റി മെഡിസിൻസ്, അപ്പോൾ അതുപോലുള്ള ഗുളികകളൊന്നും തന്നെ ഈ അഡിക്ഷൻ്റെ ഒരു കമ്പോണൻ്റ് ഇല്ല. പിന്നെ ആൾക്കാർക്ക് വരുന്ന ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, ഈ അസുഖങ്ങൾക്ക് വേണ്ടി ഗുളികകൾ കഴിക്കുന്നതും പിന്നെ ഈ ലഹരി വസ്തുക്കൾ തേടിപ്പോകുന്ന തരത്തിലുള്ള അഡിക്ഷനും, ഇത് രണ്ടും തമ്മിൽ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. ശരി, ഒരു അസുഖം മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലം മരുന്ന് കഴിക്കുന്നത് ഒരിക്കലും അഡിക്ഷൻ ആവത്തില്ല. അതിപ്പോൾ നമ്മൾ വേറെ രോഗങ്ങൾ നോക്കുകയാണെങ്കിൽ പോലും തൈറോയിഡിനൊക്കെ മരുന്ന് കഴിക്കുകയാണെങ്കിൽ അത് ഒരുപാട് വർഷങ്ങൾക്ക് നമ്മൾ കഴിക്കേണ്ടി വരും. അതൊന്നും ഒരു അഡിക്ഷൻ ആയിട്ടല്ല നമ്മൾ പറയുക, അതങ്ങനെ അഡിക്ഷനായിട്ട് വരികയില്ല. അതെ, അപ്പം ഇപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്ത് നമ്മൾ എഴുതി കൊടുക്കുന്ന ആൻറ്റി ഡിപ്രസൻസ് അവരത് കഴിക്കുന്നതും പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ലഹരി വസ്തുക്കൾ തേടിപ്പോയി അതിനെ അടിമപ്പെടുന്നതും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എൻ്റെ ഒരു കഷ്ടകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മദ്യം, പുകയില, ഇങ്ങനത്തെ ലഹരി വസ്തുക്കൾ നമ്മൾ സമൂഹത്തിലൊട്ടേറെ അത് നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഒരു അസുഖം മാറാൻ വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ ഒരുപാട് കാലം കഴിക്കുന്നത് അതൊരു അത്രത്തോളം അംഗീകരിക്കപ്പെടുന്നില്ല നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ. അതാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതൊരു കഷ്ടകരമായ ഒരു കാര്യം തന്നെയാണ്. അത് കാണിക്കുന്നതാണെങ്കിലും ഈ സമൂഹത്തിന് സൈക്യാട്രിക് മരുന്നുകളോടും സൈക്യാട്രിയോടും ഉള്ള ഒരു കാഴ്ചപ്പാടാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ മരുന്നുകൾ എഴുതി കൊടുക്കുന്ന സമയം മുതൽ രോഗികൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്, ഈ സൈക്യാട്രിക് മരുന്നുകൾ പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങും, പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ കാണാൻ പറ്റുന്നുള്ളത്. അതെ, അതായത് മരുന്ന് കൊടുത്താൽ ഉടനെ തന്നെ ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ട് ഇതിൽ മാറ്റമൊന്നുമില്ല, അസുഖം ഭേദമാവുന്നില്ല എന്ന് പറഞ്ഞ് ഒട്ടുമിക്ക രോഗികളും മരുന്ന് പകുതി വഴിക്ക് നിർത്തുക ചെയ്യുക. പക്ഷെ അതങ്ങനെയല്ലല്ലോ. ഈ സൈക്യാട്രിക് മരുന്നുകൾ അതിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ തന്നെ ചിലപ്പം ഏതാനും ദിവസങ്ങൾ തന്നെ എടുത്തേക്കാം. നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കാണണമെങ്കിൽ ഏതാനും ആഴ്ചകൾ തന്നെ എടുത്തേക്കാം. ശരിയാ, ഒരു ബുദ്ധിമുട്ട്, മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരാൾക്ക് ആ ഒരു വെയിറ്റ് ചെയ്യുന്ന ഒരു സമയം കുറച്ച് പ്രയാസം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് അവിടെയാണ് നമ്മൾ ഡോക്ടർമാരുടെ ഒരു ഇമ്പോർട്ടൻസ്, ഒരു റോള് പ്രധാനമായിട്ടും വരുന്നത്.
അത് എനിക്ക് തോന്നുന്ന പല ഡോക്ടർമാരും ചെയ്യുന്നില്ല എന്നുള്ളതും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം സൈക്കോ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രോഗികൾക്ക് നമ്മൾ രോഗം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതും ഈ രോഗത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നതും മരുന്നുകളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നതും നമുക്ക് എപ്പോഴാണ് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുക, അങ്ങനത്തെ കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നമ്മൾ രോഗികളുമായിട്ട് സത്യം പറഞ്ഞാൽ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഒ പിയിലേക്ക് വരുന്ന ചില പേഷ്യൻസ് ഇപ്പോൾ രോഗം എന്താണെന്ന് അവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. മറ്റു ഡോക്ടർമാരെ കാണിച്ചിട്ട് വന്നിട്ടാണെങ്കിലും രോഗം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അതിനെപ്പറ്റി യാതൊരു ഐഡിയ ഉണ്ടാവില്ല. ശരിയാ, ഇതൊരു മാജിക് പോലത്തെ ഒരു ട്രീറ്റ്മെൻ്റ് അല്ല. അതായത് ഓരോ കാര്യങ്ങൾക്കും കുറച്ച് ടൈം എടുക്കും, അതായത് മാറി വരാനായിട്ടൊരു കുറച്ച് സമയം എടുക്കും എന്നുള്ളത് കൃത്യമായി നമ്മൾ രോഗികളെ ബോധവൽക്കരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഈ സൈക്കാട്രിക് മരുന്നുകളെ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ പേടി ശരിക്കും അതേ ചുറ്റിപ്പറ്റിയിട്ടുള്ള അപകീർത്തി അഥവാ സ്റ്റിഗ്മ തന്നെയാണ്. അതെ, അത് ഈ സൈക്കാട്രിക് മരുന്നുകൾ കഴിക്കുമ്പോൾ അതൊരു മനസ്സിൻ്റെ ദൗർബല്യമായി ആൾക്കാരത് കാണുന്നുണ്ട്. ശരിയാ, ഈ ഹെൽപ്പ് തേടുന്നതാണ് ശരിക്കും ഒരുപാട് ധൈര്യം വേണ്ട ഒരു കാര്യം, അല്ലാതെ ഹെൽപ്പ് തേടാതിരിക്കുന്നതല്ല. എക്സാക്ട്ലി. അപ്പോൾ ഈ ഇമോഷണൽ കാര്യങ്ങൾ നമ്മളിപ്പോൾ എത്രത്തോളം സപ്രസ് ചെയ്യാൻ നോക്കുന്നു, എത്രത്തോളം നമ്മൾ മനസ്സിലേക്ക് നമ്മൾ അടിച്ചമർത്താൻ നോക്കുന്നു, അത്രത്തോളം വൈകിയ വേളയിൽ അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുകയുള്ളൂ. ശരിയാ, ഈ ഒരു പരിധി വരെ ചികിത്സ കിട്ടാത്ത ഈ മാനസിക സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ശരിക്കും നമ്മുടെ കരിയർ, നമ്മുടെ ബന്ധങ്ങൾ, പിന്നെ ഒരു പരിധി വരെ നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ പോലും ബാധിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഞാൻ സൈക്യാട്രിയിൽ വരുന്നതിൻ്റെ മുമ്പേ പോലും ഞാൻ വളരെ ശക്തമായി ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നൊരു കാര്യമായിരുന്നു ഈ ശാരീരിക ആരോഗ്യത്തിൻ്റെ അത്ര തന്നെ പ്രാധാന്യമുള്ള ഒരു ഘടകമാണ് ഈ മാനസികാരോഗ്യം എന്ന് പറയുന്നത്. അതിനോട് നാം കാണിക്കുന്ന സീരിയസ്നെസ്സും കമ്പാഷനും ഒക്കെ നാം മാനസികാരോഗ്യത്തിനോടും കാണിക്കണം. ആസ്മ, ബ്ലഡ് പ്രഷർ, ഷുഗറിനൊക്കെ മരുന്ന് കഴിക്കുന്നവരെ നമ്മൾ ആരും കളിയാക്കാറില്ല, അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ വേറെ രീതിയിൽ കാണുകയോ ചെയ്യുന്നില്ല. എന്നാൽ സൈക്യാട്രിക് മരുന്നുകൾ കഴിക്കുന്നവരോട് സമൂഹം അങ്ങനെയല്ല പെരുമാറുന്നത്. അതെ, ഇപ്പോൾ മെഡിസിൻസ് ഒരിക്കലും ഒരു പെർഫെക്റ്റ് അല്ല, അല്ലെങ്കിൽ ഇപ്പം സൈക്യാട്രി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അതൊരു ക്രിറ്റിസിസത്തിൻ്റെ മുകളിലുള്ള, വിമർശനത്തിന് മുകളിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഒന്നുമല്ല. പക്ഷേ ഈ പേടികൾ ഉണ്ടാവുന്നത് ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നാവണം, അല്ലാതെ ഈ തെറ്റിദ്ധാരണകളിൽ നിന്നാവരുത്. ഈ തെറ്റിദ്ധാരണകളിൽ നിന്ന് പേടികൾ ഉണ്ടാവുമ്പോഴാണ് ഈ അപകീർത്തികൾ കൂടുന്നത്, ഈ സോഷ്യൽ സ്റ്റിഗ്മ കൂടുന്നത്. പ്രധാനപ്പെട്ട വേറൊരു സംശയം എന്ന് പറയുന്നത് ഈ ഗർഭിണികളായ സ്ത്രീകളും അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാർക്കുള്ളതാണ്. അതായത് ആ സമയത്ത് അവർ മരുന്നുകൾ കഴിക്കുമ്പോൾ അത് കുഞ്ഞിനെ ബാധിക്കുകയോ അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ എന്നുള്ളതാണ്. അപ്പം ഇത് കാര്യമായിട്ട് വരുന്നതാണ്. കാരണം ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ആ ഒരു സമയത്ത് ഉണ്ടാകുന്നത് വളരെ കോമൺ ആണ്. എന്നാൽ ആരും അതിനൊരു ചികിത്സ തേടുകയും ചെയ്യത്തില്ല. അതെ, ഇത് പേടിച്ച് അവർ മരുന്ന് നിർത്താനും സാധ്യതയുണ്ട്. ഡോക്ടറുടെ ഒരു മേൽനോട്ടമോ നിർദ്ദേശമോ ഒന്നും ഇല്ലാതെ ഉടനെ തന്നെ മരുന്ന് നിർത്താനുള്ള സാധ്യതകളും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ചിലപ്പം ഈ രോഗങ്ങൾ മൂർച്ഛിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെപ്പോഴും നോക്കുന്ന ഒരു കാര്യം എന്താ, അതായത് ഈ അമ്മയ്ക്കും കുഞ്ഞിനും രണ്ടുപേർക്കും സേഫായിട്ടുള്ള മെഡിസിൻ ഏതാന്നുള്ളതാണ്. ഒരു കുഴപ്പവും ഇല്ലാത്ത മെഡിസിൻസ് നമ്മൾ അവർക്ക് എഴുതി കൊടുക്കുന്നതായിരിക്കും. സൈക്യാട്രിയിൽ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഈ മരുന്നുകൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മരുന്നുകൾ കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവുമോ ഇല്ലയോ. അപ്പോൾ ചില കാറ്റഗറി ഓഫ് ഡ്രഗ്സ് നമ്മളെപ്പോഴും ഒഴിവാക്കും. ഈ അമ്മയ്ക്കും കുഞ്ഞിനും തകരാറുണ്ടോ ഇല്ലയോ നോക്കിയിട്ട്, തകരാറുണ്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ആ മരുന്നുകൾ എഴുതില്ല. നമുക്ക് അത്രയും ഉറപ്പുള്ള ഒരു കുഴപ്പവുമില്ലാത്ത മെഡിസിൻസ് മാത്രമേ നമ്മളിതിന് എഴുതി കൊടുക്കാറുള്ളൂ. പിന്നെ നമ്മൾ മരുന്ന് തുടങ്ങുന്ന ടൈമിൽ എപ്പോഴും ഈ മരുന്നുകളുടെ ഗുണങ്ങളും അതിനോടൊപ്പം ദോഷങ്ങളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. അത് മാത്രമല്ല, മരുന്ന് ഒഴിവാക്കാൻ പറ്റുന്ന സ്ഥിതികളാണെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കുക തന്നെയാണ് ചെയ്യുക. ചില രോഗങ്ങൾക്ക് മരുന്നുകൾ ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്, അല്ലെങ്കിൽ മരുന്നുകളുടെ ഡോസ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിക്കഴിഞ്ഞാലോ ആ രോഗം അധികമായി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ സ്ഥിതികളിൽ മാത്രം അവരോടോ കൂടെയുള്ള ആൾക്കാരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മരുന്നുകൾ നമ്മൾ തുടങ്ങുക ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ എല്ലാവരും ഒരു കളക്റ്റീവ് ഡിസിഷൻ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ പേഷ്യൻറ്റ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, എന്നിട്ട് മരുന്ന് തുടരണോ വേണ്ടയോ എന്ന് പിന്നെ അവരെയും കൂടെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയാണ് പിന്നെ തീരുമാനിക്കുക. നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് സാധാരണയായി നമ്മുടെ ക്ലിനിക്കിലും ഹോസ്പിറ്റലുമൊക്കെ വരുന്ന ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന ഡൗട്ടുകളും സൈക്യാട്രിയും അല്ലെങ്കിൽ സൈക്യാട്രിക് മരുന്നുകളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള സാധാരണമായിട്ടുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളുമാണ്. ഇവിടെ എല്ലാ തെറ്റിദ്ധാരണകളും ഞങ്ങൾക്ക് ഉൾപ്പെടുത്താനായിട്ടില്ല.
പക്ഷേ നിങ്ങളിൽ ചിലരുടെ തെറ്റിദ്ധാരണകളെങ്കിലും ഇതുകൊണ്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളൊരു ജയമായിട്ട് കണക്കാക്കുന്നു. അത് മാറ്റേണ്ടത് ഞങ്ങളുടെ കടമയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ ഇതുകൊണ്ട് മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ശരിയാ. നമ്മുടെ ഇടയിൽ തന്നെ നമുക്ക് അറിയുന്ന ആൾക്കാർ പോലും മരുന്നുകളുടെ ഈ ഭയം കാരണം ചികിത്സ തേടാത്ത ഒട്ടനവധി ആൾക്കാരുണ്ടാവും. അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കഴിഞ്ഞാൽ അവർക്കും അതൊരു ഉപകാരമാകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വി ആർ ദ സൈക്യാട്രി ഡ്യുവോ സൈനിങ് ഓഫ്.